നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഇവന് രാത്രി വീഡിയോ കോളില് സ്ത്രീകളെ നഗ്നരായിട്ട് വന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്റെ പൊന്നെ ഞങ്ങള് ഭയങ്കര സങ്കടത്തില് പെരയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ. 6 എണ്ണം ഇന്നലൊരു വീഡിയോ ഇട്ടു. പോക്കർത്തരം എന്ന് പറഞ്ഞ ഇവനെ കല്യാണ അടുത്ത ദിവസം അടുത്ത മാസം കണ്ട് പറഞ്ഞു വെച്ചേക്കണേ ജൂലൈയില്. ഇവൻ പെണ്ണുപിടിയനാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഓ ശരി കള്ളവടിക്ക് പോയിട്ടുണ്ടെന്നൊക്കെ. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. ഇന്നലെ ഈ പാവം കരഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ ആത്മഹത്യ വരെ ചെയ്യാൻ പോവാണ്, വൈപ്പിൻ പാലത്തിൽ താഴേക്ക് ചാടിച്ചാവാന്ന് പറയും. എന്താ കാര്യം എന്നറിയാം. അതുപോലെ വിഷമായി പോയി ഈ പൊന്നിനെ. കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. കാരണമല്ല ഈ മുത്ത് ഇന്നലെ കുറെ കരഞ്ഞില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ താമസിക്കുന്ന എവിടെയെന്നറിയോ? ലോഡ്ജ് റൂമില്. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ, അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് വരാം. വീട്ടിലേക്ക് പോയിട്ടില്ല, കാരണം അവിടെ ചെന്ന് അമ്മ തല്ലു. ഞാൻ വരൂല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? ഈ വീഡിയോ കണ്ടല്ലോ, ഇങ്ങനെ സംഭവം ഉണ്ടായെന്നാ വീട്ടിൽ ചോദിക്കണേ. അമ്മൂമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ? അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മിസ്റ്റർ ആറാട്ടണ്ണൻ, നമ്മളെ നമ്മളെ ഒരു ഗുരുവിന്റെ സ്ഥാനം, ഒരു ചേട്ടന്റെ സ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പേർക്ക് സൗഹൃദം ഉണ്ടാവും. പുള്ളി ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല, നടന്നാലും ഇല്ലെങ്കിലും. അത് നടന്നില്ലെങ്കിൽ പുള്ളിക്ക് എന്താണ് ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? ഇവന് ഫേസ്ബുക്കിലൊക്കെ പുള്ളിക്ക് എന്താ കിട്ടും? ഫേസ്ബുക്കിൽ ഒരു 1000 പെൺകുട്ടികളാണ് ഓരോ ദിവസം കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. അല്ലേ വിഷ്ണു? അല്ലേ? ഈ മൈക്ക് പിന്നെ തിന്നാൻ വെച്ചേക്കോണം. പറ. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ചിലര് നല്ല രീതിയിൽ വിളിക്കും. മോനെ കുട്ട സുഖമല്ല എന്നൊക്കെ പറഞ്ഞ മറ്റേ വിളിക്കും. എന്തു പറ്റി? കുഴപ്പമല്ലോ. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടോ. നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഇവന് രാത്രി വീഡിയോ കോളില് സ്ത്രീകളെ നഗ്നരായിട്ട് വന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറയാം ഏത് നമ്പറാന്ന് പറയാൻ ഞങ്ങൾ ചോദിച്ചു വിളിക്കാൻ വേണ്ടി. പക്ഷെ അവൻ പറയാ എന്നെ മാത്രമേ വിളിക്കുള്ളൂ. അതെന്താ സംഭവം? തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. നീ കട്ടാക്കോ അവിടെ നിന്ന് കട്ടാക്കോ? ഞാൻ കട്ടാക്കും. കണ്ടില്ല ഇതുപോലെ വരുന്ന ഇത്ര നല്ലൊരു ചെക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 12 മണി രാത്രി വരെ ഒരു പെണ്ണെ വിളിക്കാറില്ല. പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. നമ്മള് രാത്രി വെറുതെ ഇരിക്കുമ്പോ എടുത്തു. അപ്പൊ അങ്ങനെ സംഭവിച്ചോ? സുഹൃത്തെ, ഇങ്ങോട്ട് വിളിക്കുമ്പോ മാത്രമാണ് പുള്ളി വെറുതെ ഇരിക്കുമ്പോ എടുക്കുള്ളൂ. വെറുതെ ഇരിക്കും മാത്രം. വെറുതെ ഇരിക്കുവാണെങ്കിൽ 12 മണിക്ക് 1 മണിക്ക് ചുമ്മാ ഇരിക്കുമല്ലോ ഇങ്ങനെ. 12 മണിക്ക് 1 മണിക്ക് ചുമ്മാ ഇരിക്കുമല്ലോ ഇങ്ങനെ. ഫോണൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്ന് എടുക്കും. ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നത്. ചിലര് മറ്റേ വെച്ചിട്ട് പറയും നിങ്ങളെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയും. അപ്പൊ നമ്മളത് കേട്ടും കട്ടി. തുണിക്കടയിൽ വെച്ചാണ് പ്രതിമയല്ലേ, അതുപോലും മിണ്ടറില്ല. ഞാൻ നോക്കി ചിരിക്കുമ്പോ ആ പ്രതിമ പോലും മിണ്ടാറില്ല. പക്ഷെ ഇവനെ ഡെയിലി ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. മുസ്ലിംസ് വിളിക്കുന്നുണ്ടോ? ഇനി അവരുടെ ഇടികളെ മാത്രമേ കിട്ടാറുള്ളൂ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഈ മണ്ടത്തരം പറയുമ്പോ അനുഭവിക്കണേ വിഷ്ണു കൊച്ചിക്കാരൻ. എന്റെ റിലീജിയൻ ക്രിസ്ത്യൻസ് ആരും വിളിക്കാറില്ല. ഹിന്ദുസും മുസ്ലിംസും കാരണം എന്താ പിന്നെ ഒരു സന്തോഷ വാർത്ത. നാളെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പുള്ളി പോവാട്ടോ. നാളെ ഷാപ്പിൽ സീനാണ്. പുള്ളി കുടിച്ച് മരിക്കും. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തൊക്കെ വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം.